തിരുവനന്തപുരം മലയൻകീഴ് പഞ്ചായത്ത് അംഗത്തെ വീട് കയറി ആക്രമിച്ചു. അണപ്പാട് വാർഡംഗം ചന്ദ്രലേഖയാണ് ആക്രമിച്ചത്. അക്രമി സംഘം ചന്ദ്രലേഖയെ മർദ്ദിക്കുകയും വസ്ത്രം വലിച്ചു കീറുകയും വീട്ടുപകരണങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു. മാറനല്ലൂർ സ്വദേശിയായ ഹേമന്താണ് ആക്രമണത്തിന് പിന്നിൽ എന്നാണ് പരാതി. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. 1:30-2 മണിയോടുകൂടി എൻ്റെ വീട്ടിലേക്ക് 3 അംഗ സംഘം ഗുണ്ടാ സംഘം വരികയും എന്നെ വടിവാൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി എൻ്റെ കഴുത്തിന് പിടിച്ച് കൊല്ലുന്ന രീതിയിൽ എന്നെ വധിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിന് എൻ്റെ മോനെ അന്വേഷിച്ചാണ് അവർ വന്നത്. അതിന് ആസ്പദമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ 8-ാം തീയതി മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഉത്സവം നടക്കുമായിരുന്നു. 8-ാം തീയതി ഗാനമേള സമയത്ത് എൻ്റെ മോളും എൻ്റെ ചേട്ടൻ്റെ മോൻ്റെ ഭാര്യയും കൂടി അവിടെ ഡാൻസ് കളിക്കണ്ടേ, അത് ചെയ്യരുത് എന്ന് എൻ്റെ മോൻ വിലക്കിയിരുന്നു. വീഡിയോ എടുക്കുന്നത് വിലക്കിയിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് അവൻ വീണ്ടും വീഡിയോ എടുത്തതിനെ തുടർന്ന് അത് ചോദ്യം ചെയ്തിരുന്നു. അത് നാട്ടുകാരുൾപ്പെടെ അതിൽ നിന്ന് ഹേമന്തിനെ പറഞ്ഞ് വിലക്കിയിരുന്നു. ഈ ഒരു സംഭവത്തിനെ തുടർന്നാണ് ആസ്പദമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്. ഗോകുൽനാഥുണ്ട് വിശദാംശങ്ങളുമായി. ഗോകുൽ, ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ ഒരു തർക്കം, അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആക്രമണമെന്നാണ് ആക്രമണത്തിനിരയായ ഇവർ പറയുന്നത്. ഈ ആക്രമിച്ചവരാരൊക്കെയാണ്? അവരെ പിടികൂടാനായിട്ടുണ്ടോ? റിജിത്ത കീർത്തന തിരുവനന്തപുരം മലയൻകീഴിലാണ് പഞ്ചായത്ത് അംഗത്തിന്റെ വീടിന് നേരെ ഗുണ്ടാ ആക്രമണം ഉണ്ടായതെന്നുള്ളതാണ്. വധഭീഷണി അടക്കം ഈ എത്തിയവർ മുഴക്കി. അതുപോലെ തന്നെ വീടിന്റെ ജനലിന്റെ ഗ്ലാസ് അടക്കം തകർത്ത നിലയിലാണെന്നുള്ളതാണ്. മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ അണപ്പാട് വാർഡംഗം ചന്ദ്രലേഖയുടെ വീട് കുന്നുംപാറ കുഴുമടം അശ്വതി ഭവനിലാണ് ഇന്ന് ഉച്ചയ്ക്ക് 1:30-ഓടെ 3 അംഗ സംഘം ബൈക്കിലെത്തി അതിക്രമം നടത്തിയതെന്നുള്ളതാണ് പരാതി. ഇതേ സമയത്ത് ഈ വാർഡംഗം ചന്ദ്രലേഖ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീടിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറിയ അക്രമികൾ വീട്ടുപകരണങ്ങളെല്ലാം വലിച്ചെറിയുകയും അത്തരത്തിൽ വീട് അടിച്ചു തകർക്കുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. തുടർന്ന് ചന്ദ്രലേഖയുടെ കഴുത്തിൽ വാൾ വെച്ച് വധഭീഷണി മുഴക്കുകയും വസ്ത്രം വാൾ കൊണ്ട് വലിച്ചു കീറിയതായിട്ടും ചന്ദ്രലേഖയുടെ പരാതിയിൽ പറയുന്നുണ്ട്. ബഹളം വെച്ചപ്പോൾ സംഘം പുറത്തിറങ്ങി വീടിന്റെ ജനൽ ഗ്ലാസ് അടിച്ചു തകർക്കുകയുമായിരുന്നു എന്നുള്ളതാണ്. മലയൻകീഴ് പഞ്ചായത്ത് BJPയുടെ അംഗമാണ് ചന്ദ്രലേഖ. എന്തായാലും മലയൻകീഴ് ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട സംഭവം അല്ലെങ്കിൽ സംഘർഷമാണ് ഇത്തരത്തിൽ ഈ വിഷയത്തിലേക്ക് കാര്യങ്ങൾ കലാശിച്ചതെന്നുള്ളതാണ്. ഉത്സവത്തിന്റെ ഗാനമേളക്കിടയിൽ നൃത്തം ചെയ്ത ചന്ദ്രലേഖയുടെ മകളുടെ ചിത്രം അക്രമ സംഘത്തിൽ ഉൾപ്പെട്ട ഹേമന്ത് എന്ന യുവാവ് പകർത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചന്ദ്രലേഖയുടെ മകനും ഈ ഹേമന്ത് എന്ന വ്യക്തിയും തമ്മിൽ ചില വാക്കേറ്റങ്ങൾ നടന്നിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ നിലവിലത്തെ ഈ സംഘർഷം എന്നുള്ളതാണ്. ഇതിൽ ഈ അക്രമി സംഘത്തിൽ ഹേമന്ത് അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. അങ്ങനെ 3 അംഗ സംഘം വീട്ടിലേക്ക് എത്തി അതിക്രമം അഴിച്ചുവിടുകയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയങ്ങളിൽ മലയൻകീഴ് SHO അടക്കമുള്ള പോലീസ് അംഗങ്ങൾ ഇപ്പോൾ നിലവിൽ ഈ വീട്ടിലെത്തി അന്വേഷണം നടത്തി വരികയാണ്. വിവരങ്ങളെല്ലാം ശേഖരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. മാറനല്ലൂർ സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന ഈ ഹേമന്തിനെതിരെ നിരവധി ക്രിമിനൽ കേസുകളടക്കം രജിസ്റ്റർ ചെയ്ത ആളാണെന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ ഈ ഹേമന്ത് അടക്കമുള്ള സംഘത്തെ കണ്ടെത്തുമെന്ന് മാറനല്ലൂർ പോലീസും അതേപോലെ തന്നെ മലയൻകീഴ് പോലീസും അറിയിക്കുന്നുണ്ട്. ഇരു പോലീസ് സ്റ്റേഷനുകളും ഊർജിതമായി പ്രതികൾക്കായുള്ള അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട്. ശരി, 3 അംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിൽ. വീട്ടുപകരണങ്ങൾ അടിച്ചു നശിപ്പിച്ചു. ഈ മലയൻകീഴ് പഞ്ചായത്ത് അംഗത്തിന്റെ വസ്ത്രം വലിച്ചു കീറിയൊപ്പം വധഭീഷണി മുഴക്കിയെന്നുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഗോകുൽനാഥാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.